ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മളിന്ന് വന്നേക്കുന്നത് ന്യൂസിലൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന വണ്ടികളൊക്കെ അതിനായിട്ട് വന്നിട്ടുള്ളവയാണ്. നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് നീങ്ങുന്നത് ആ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് ഗ്ലെൻബ്രൂക്സ് വിൻറ്റേജ് റെയിൽവേ. സത്യത്തിൽ ഇതിൻ്റെ പേര് വയ്യൂക്കു ബ്രാഞ്ച് റെയിൽവേ എന്നായിരുന്നു. ഗ്ലെൻബ്രൂക്ക് ആൻഡ് വയ്യൂക്കിനെ കണക്ട് ചെയ്യുന്ന ഈ റെയിൽവേ പിന്നെ 1970 റീബിൽഡ് ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഇതിന് പുതിയ നെയിമായ ഗ്ലെൻബ്രൂക്ക് വിൻറ്റേജ് റെയിൽവേ എന്ന പേര് കിട്ടിയത്. ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും എല്ലാം LED ലൈറ്റ്സ് കൊണ്ട് ഫുള്ളി ഡെക്കറേറ്റ് ചെയ്യപ്പെടും. അതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഞങ്ങളവിടെ നൈറ്റ് 8:30 ആയപ്പോൾ എത്തിയായിരുന്നു. പക്ഷേ നിങ്ങളീ കാണുന്നില്ലേ, ഇതാണ് ന്യൂസിലൻഡിൽ സമ്മർ ടൈമിലെ അവസ്ഥ. ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞാലേ ഇവിടെ ഡാർക്ക് ആവത്തുള്ളൂ. ഈ കാണുന്ന ട്രെയിൻസിലെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും LED ലൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇരുട്ടാവാത്തതുകൊണ്ട് അതൊന്നും ക്ലിയർ അല്ല. ഞങ്ങളതുകൊണ്ട് ഡാർക്ക് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങളീ കാണുന്നില്ലേ, നല്ല ആളുണ്ട് ഇവിടെ ട്രെയിനിൽ കയറാനായിട്ട്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേ അതൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ നേരെ നടക്കുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കാണ്. 25 minutes ആണ് ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം. ഞങ്ങൾ പ്ലാറ്റ്ഫോം എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഫുൾ ആൾക്കാരുമായിട്ട് പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. ഇവിടെ നമുക്ക് ടിക്കറ്റ് പ്രൈസ് ആവുന്നത് പെർ ഹെഡ് $15 ആണ് ഒരു റൈഡിന്. അതുകൂടാതെ ഫാമിലി പാസും ഉണ്ട്. 2 adults and 2 kids ആണ് അതിൽ ഉൾപ്പെടുന്നത്. നമ്മൾ ഓൺലൈൻ എടുക്കുവാണെങ്കിൽ പക്ഷേ അതിലും റേറ്റ് കുറവായിരിക്കും. ഇതിൽ കയറാൻ സ്ഥലമുണ്ടായിട്ടും ആസ് ഐ സെഡ് നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ഡാർക്ക് ആകുമ്പോഴുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ പ്ലാൻ ഇപ്പോൾ ഈ കാണുന്ന ബാക്കിലെ ഓപ്പൺ സ്പേസിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പ്ലാറ്റ്ഫോമിൻ്റെ സെൻട്രൽ പോർഷനിൽ തന്നെ ഫേസ് കളറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇങ്കൂനും ജെസ്സിക്കും ഫേസ് പെയിൻറ്റിങ് ചെയ്യണമെന്നായി. എന്തായാലും ഇവിടെ 25 minutes വെയിറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ 2 പേരെയും നമ്മൾ ഫേസ് പെയിൻറ്റിങ്ങിനായിട്ട് വിട്ടുകൊടുത്തു. 2 പേരും ഇഷ്ടമുള്ള എന്തൊക്കെയോ ഡിസൈൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഫ്രോസൺ അനിമേഷൻ മൂവിയിലെ എൽസ ക്യാരക്ടർ ഇഷ്ടമായതുകൊണ്ട് ഇങ്കു ഏതോ ഒരു ബ്ലൂ കളറിലെ ഡിസൈനാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഔട്ട്പുട്ട് വന്നപ്പോൾ ഒരു അവതാർ ലുക്കിലാണ് ആൾ പുറത്തോട്ട് വന്നത്. നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ, നിങ്ങൾക്ക് ഇത് കണ്ട് ഏത് ലുക്കായിട്ടാണ് തോന്നിയെന്ന്. TV മുന്നിലിരിക്കുമ്പോൾ അല്ലാതെ ഇത്ര ക്ഷമയോടെ ഇവരെ ഇരുന്ന് കാണുന്നത് ഇവിടെയാണ് കേട്ടോ. ഗേൾസിന് ഫേസ് പെയിൻ്റ് ആണെങ്കിൽ എനിക്കിത് ഇത് മതിയെന്ന് പറഞ്ഞത് നമ്മുടെ എൽജിൻ കൂട്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രെയിനിൽ മാത്രം പോരലായിട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ പെയർ LED ഗ്ലാസ് മേടിച്ചു കൊടുത്തു. കാത്തിന്ന് ബോറടിച്ചപ്പോൾ അത് 2 പേരും ഇവിടെ വാളുകൊണ്ട് യുദ്ധം തുടങ്ങി. പിള്ളേർക്ക് മാത്രം പോരാ എൻജോയ്മെൻറ്റ്, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞത് വേറെ 2 ആൾക്കാർ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായത് നമ്മുടെ ട്രെയിൻ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇരുട്ടാനും തുടങ്ങിയതുകൊണ്ട് തന്നെ ട്രെയിനിലെ ലൈറ്റ്സൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം ബാക്കിലത്തെ ആ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെച്ച് വിട്ടു അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടേക്ക് സീറ്റ് ഉറപ്പിച്ചു. ഇനി ട്രെയിൻ മൂവ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും പ്രതീക്ഷിച്ചത്ര ഇരുട്ടല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ മൂവ് ആകാൻ തുടങ്ങി. കണ്ടില്ലേ, ലൈറ്റ്സ് കൊണ്ടൊരു ആറാട്ട് തന്നെയാണ് ട്രെയിനിലുള്ളത്. നമ്മൾ ഇന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സാന്റാക്ലോസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാനുള്ള പ്ലാനുണ്ട്. ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനും പെരുന്നാളിലൊക്കെ ആൾക്കാർ കാണത്തില്ലേ, അതുപോലെ ആളായിരുന്നു ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി. പോകുന്ന വഴി മുഴുവൻ ട്രാക്ക് സൈഡിൽ എല്ലായിടത്തും ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞാണ് നമ്മുടെ ഈ യാത്ര. കുറച്ചുകൂടി ട്രെയിൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് ഈ കാണുന്നത് കണ്ടോ, ലൈറ്റ്സ് നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെ പുല്ലിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഞങ്ങൾക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ട്രെയിനിലുള്ള എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ റോബിൻ ചേട്ടൻ്റെ ആവേശം കൂടി ചയ്യൊക്കെ പാടാൻ തുടങ്ങി.
ഇരുട്ടാകും തോറും ട്രെയിനിൻ്റെ ഭംഗി കൂടിക്കൂടി വരുമായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ എൻഡ് പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ റിട്ടേൺ പോകുവാണ്. വിൻറ്റേജ് റെയിൽവേ ആയതുകൊണ്ട് തന്നെ കൽക്കരിയിലോടുന്ന എഞ്ചിനാണ് നമുക്കുള്ളത്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഞ്ചിൻ നമ്മുടെ പുറകിലായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മോക്കൊന്നും നമ്മുടെ മേത്തോട്ട് അടിക്കുന്നില്ലായിരുന്നു. പക്ഷേ റിട്ടേൺ പോയപ്പോൾ ആ സ്മോക്ക് മുഴുവൻ നമ്മുടെ തലയുടെ മേളിൽ കൂടിയാണ് പോകുന്നത്. ദേ കണ്ടില്ലേ? നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താറായി. നമ്മൾ എത്തുമ്പോഴേക്കും തന്നെ പുറപ്പെടാനായിട്ട് നെക്സ്റ്റ് ട്രെയിനോട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അതിലെയും ലൈറ്റ്സ് കണ്ടില്ലേ, എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ. ഇത്രയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് സർവീസ് നടത്തിയിട്ടും ട്രെയിനിൽ കയറാനായിട്ട് ആളുകൾ ഇനിയും വെയിറ്റിംഗ് ആണ്. നമ്മളങ്ങനെ ദേ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറി. നമ്മൾ പോയപ്പോൾ കണ്ട പ്ലാറ്റ്ഫോമിൻ്റെ ലുക്കേ അല്ല തിരിച്ചു വന്നപ്പോൾ. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ബോഗിയുടെ ഉള്ളിൽ കൂടി നടന്നു. അവിടെയും ഫുൾ LED ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. ഇൻസൈഡ് ഓഫ് ദ ബോഗി ഭയങ്കര ഫോട്ടോജനിക് ആയിരുന്നു. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി എക്സിറ്റിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. LED ലൈറ്റ്സ് കൊണ്ട് ടണൽ തന്നെ ഇവിടെ നിർമ്മിച്ചേക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളും ആ ലൈറ്റ്സിൻ്റെ വെട്ടത്തിൽ മിന്നി തിളങ്ങുമായിരുന്നു. ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഫോട്ടോ എടുക്കാതിരിക്കണം എങ്ങനെയാണ്? എല്ലാവരെയും പോലെ ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ക്ലിക്സ് എടുത്തു. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സാൻഡയുടെ കൂടെ ഇരുന്നൊരു പിക്ക് എടുക്കലാണ്. ആളുകളുമായിട്ട് പോകാൻ അപ്പോൾ നെക്സ്റ്റ് ട്രെയിൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. നൈറ്റ് 11 o'clock വരെ ഇവിടെ സർവീസ് ഉണ്ട്. സാൻഡയുടെ പിക്ക് എടുക്കാൻ വേണ്ടിയും നല്ല റഷ് ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. പിക്ക് എടുക്കുന്നതിൻ്റെ ധൃതിയിൽ അതിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ പിക്കൊക്കെ എടുത്ത് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫാങ്ക്രയിലേക്ക്. ഇനി ഈ കാണുന്നത് നമ്മുടെ ഫാങ്ക്രയിലെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സ് ആണ്. ഈ ചാടിച്ചാടിയുള്ള ഇങ്കുച്ചിയുടെ പോക്ക് അങ്ങോട്ടേക്കാണ്. ക്രിസ്മസ് പ്രമാണിച്ച് കുറേ വീടുകളിൽ നല്ലപോലെ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി നമ്മുടെ മലയാളികളുടെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് ഇടുന്നത്. ചില വീടുകളിലേക്ക് ലൈറ്റ്സ് കണ്ടാൽ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നിപ്പോവും. അതിന് മാത്രമുണ്ട് ലൈറ്റ്സ്. എന്നുവെച്ചാൽ വീട് കാണാൻ പറ്റാത്ത രീതിയിൽ ലൈറ്റ്സ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുമായിരുന്നു. അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനായിട്ടൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നൈറ്റ് 10 o'clock കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലൈറ്റ്സ് കാണാനായിട്ട് ഇറങ്ങിയത്. പൊതുവേ 8 മണി കഴിഞ്ഞാൽ ആരും കാണാത്ത സ്ഥലത്താണ് ഈ കാഴ്ചയെന്ന് ഓർക്കണം. കുറച്ചധികം വീഡിയോകൾ നമ്മൾ കവർ ചെയ്തെങ്കിലും എല്ലാ വീട്ടിലെയും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓക്ലൻഡിലെ പോലെ ഒരു സ്ട്രീറ്റിലല്ല ഈ വീടുകളെല്ലാം ഉള്ളത്. ഓരോന്നും ഓരോ പോയിന്റിലാണ്. നമുക്ക് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവിലോട്ട് വണ്ടി എടുത്ത് തന്നെ പോകണം.
അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീടൊക്കെ കവർ ചെയ്ത് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. Happy Christmas to all.